ഗുഡ് മോർണിംഗ് ബ്യൂട്ടീസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മോർണിംഗ് റൊട്ടീൻ കാണിക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ ഗൈസ്, ഇപ്പം നമുക്ക് മോർണിംഗ് റൊട്ടീൻ എന്ന് പറയാൻ, അതായത് സ്കിൻ കെയർ റൊട്ടീൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ. പക്ഷെ ആദ്യം ഞാൻ എൻ്റെ ചാനലിൻ്റെ പുതിയ പേര് റിവീൽ ചെയ്യട്ടെ. അതിന് മുന്നായിട്ട് പറയട്ടെ, നമ്മുടെ 2025 ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. അതായത് ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത്. അപ്പൊ ഈ വീഡിയോ ഇടുമ്പോൾ ഞാൻ എന്തായാലും ചാനലിൽ പുതിയ നെയിം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വേഗം ഇൻട്രോ പോയി കണ്ടിട്ട് വന്നോളൂ. ഇത്രയുള്ളൂ. ചിന്നൂസ് ഗ്ലാം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് ഈ പേര് ഇഷ്ടമായെന്നാണ് വിചാരിക്കണം. അപ്പൊ നിങ്ങൾ സജഷനിൽ ഇട്ടതല്ല, എന്റെ തോന്നിയ ദിവസത്തിനാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഒരുപാട് സംസാരിച്ച് കുളവാക്കണ്ട, നമുക്ക് നേരെ ബാക്കി പരിപാടിയിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പുതിയ കുറച്ച് പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഒക്കെ ഫൈൻ. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സെറ്റഫിലിന്റെ മോയ്സ്ചറൈസർ ആണ് എടുത്തിട്ടുള്ളത്. ഇത് നോർമൽ ടു കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിൻ. ആൻഡ് ഇതൊരു പ്രൊമോഷനോ ഒന്നുമല്ല. അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ന്യൂസിലും ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, വെറുതെ ഇങ്ങനെ യൂട്യൂബേഴ്സും ഒക്കെ പറയുന്ന പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലെന്ന്. യെസ്, അത് കറക്റ്റാണ്. അത് വാർത്തയിൽ വരുന്നതിന് മുന്നേ കണ്ടുപിടിച്ച കുറെ യൂട്യൂബേഴ്സും ഉണ്ട്, കണ്ടുപിടിച്ച കുറച്ച് നോർമൽ പീപ്പിൾസും ഉണ്ട്. പക്ഷെ അത് എത്തിച്ചേരാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എനിക്ക് പറയാനുള്ളത്, പ്രൊമോഷൻ നമുക്ക് ഒത്തിരി വരും, അത് പ്രൊഡക്ട്സ് വിറ്റ് ചെലവാൻ വേണ്ടിയിട്ടാണ്. ചിലർക്ക് ആ പ്രൊഡക്ട്സ് യൂസ്ഫുൾ ആണെങ്കിൽ ചിലർക്ക് അത് നെഗറ്റീവാണ്. കാരണം ഇന്നും പലർക്കും സ്കിൻ ടൈപ്പ് ഏതെന്ന് അറിയില്ല, നമ്മുടെ സ്കിന്നിന് എന്താണ് മെയിനായിട്ട് ഇഷ്യൂ ഉള്ളതെന്ന് അറിയില്ല. അത് കണ്ടുപിടിക്കാൻ നമുക്ക് നോർമൽ പീപ്പിൾസിന് പറ്റില്ല. അപ്പൊ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്തത്. ഇത് സെറ്റഫിലിന്റെ മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസിങ് ലോഷൻ, നോർമൽ ടു കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് കയറി ചാടിക്കയറി മേടിക്കരുത്. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടാണ് പറയാൻ വന്നത്. ഇന്ന് ഒരുപാട് യൂട്യൂബ് ചാനൽ ഒക്കെ ഉണ്ട്, ബ്യൂട്ടി ചാനൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഈ ഇടയ്ക്ക് ന്യൂസ് കണ്ടു. അതിനു മുന്നേ ഞാൻ എൻ്റെ മനസ്സ് ചേഞ്ച് ചെയ്തു. ഒത്തിരി പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. യൂട്യൂബേഴ്സും അതായത് ഇൻഫ്ലുവൻസേഴ്സ് വരെ ചേഞ്ച് ചെയ്ത കാര്യമാണ്, നിങ്ങളിൽ എത്താത്ത കാര്യമാണ്. അപ്പോൾ ഭയങ്കര സത്യസന്ധത കാണിക്കുന്നില്ല, എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ പ്രോഡക്ട്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അതെല്ലാം വാരി യൂസ് ചെയ്തത്. അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് മാത്രമേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓർഡിനറിയുടെ പീലിംഗ് സൊല്യൂഷൻ ഒന്നും അറിയാണ്ട് വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പ്രോഡക്ട്സ് വാങ്ങി യൂസ് ചെയ്ത് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഗൈസ്. അതായത് ഞാൻ പ്രോപ്പർലി യൂസ് ചെയ്യാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിന് പറ്റാത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എൻ്റെ സ്കിന്നിന് ഡാമേജ് വരുത്തിയിട്ടുണ്ട്. എലമെന്റ്സ് എന്ന് പറയുന്ന ക്രീം, അത് അപ്പോഴും എനിക്ക് ബെസ്റ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് അത്ര ബെസ്റ്റ് അല്ല, വേസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വിചാരിച്ചത്. ഇനി നമുക്ക് സൺസ്ക്രീൻ ഇട്ടിട്ട് ബാക്കി സംസാരിക്കാം. ഇനി സൺസ്ക്രീൻ ഏതാന്ന് വെച്ചാൽ ഫോട്ടോസ്റ്റേബിൾ ഗോൾഡ് മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ ജെൽ ആണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ്, നോട്ട് ദ പോയിന്റ്. ആൻഡ് ഇത് ഞാൻ കുറച്ചധികം ഇടുന്നുണ്ട്. സൺസ്ക്രീൻ ആണല്ലോ എന്നും കരുതി ഓവർ അധികമല്ല, ഫേസ് കവർ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഞാൻ എലമെന്റ്സിന്റെ ക്രീം ഉപയോഗിക്കുമായിരുന്നു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് അടിപൊളിയായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് പണി കിട്ടിയപ്പോഴത്തേക്കും ഫൈനലി ഞാൻ വിചാരിച്ചു ഒരു നല്ലൊരു ഡെർമറ്റോളജിയെ കാണാന്ന്. അങ്ങനെ ജീവിതത്തിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു. സൺസ്ക്രീൻ സെറ്റ് ആവട്ടെ, അപ്പൊ ഞാൻ ബാക്കി വിശേഷം പറയാം. അതായത് ഞാനും നിങ്ങളായിട്ട് ഒരുപാട് ക്രീംസ് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഞാൻ ഒന്ന് ബാലു ഹെർബൽസിന്റെ കൊളാബറേഷന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ബാലു ഹെർബൽസ് വളരെ മോശമായിട്ട് പറയാൻ എനിക്കൊന്നുമില്ല. കാരണം ഞാൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തിട്ട് പോയിട്ട് ചേച്ചിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു ഒപ്പീനിയൻ ആയിരുന്നു അതിനെ പറ്റിയിട്ട്. ചില സ്കിന്നിന് അത് ഓക്കെ ആണ്, ചില സ്കിന്നിന് ഓക്കെ അല്ല. അത് എന്തോ ആവട്ടെ. ബട്ട് ഞാൻ ഫൈനലി തീരുമാനിച്ചത് നല്ലൊരു ഡെർമറ്റോളജിയെ കാണണം, എന്നിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ സ്കിൻ കെയർ ജേർണി സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ
ഡെർമറ്റോളജിയെ കണ്ടു. അതായത് എൻ്റെ ചേച്ചി ഇപ്പൊ പ്രഗ്നന്റ് ആണ്. അപ്പൊ അതേ ഹോസ്പിറ്റലിൽ തന്നെ ഡെർമറ്റോളജി ഉണ്ട്. അങ്ങനെ പോയ സമയത്ത് എനിക്കൊരു ഐഡിയ തോന്നിയിട്ട് ഞാൻ ഡെർമറ്റോളജിയെ കണ്ടു. സ്കിന്നിന്റെ ഇഷ്യൂസ് പറഞ്ഞു. പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ട് തന്നെയാണ് വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തത്. പിന്നെ ബ്രൈറ്റ് ആവുന്ന കണ്ട്, കുറച്ച് വൈറ്റ് ആവുന്ന കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷം. അതെന്നെ സ്റ്റേബിൾ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ എനിക്ക് തന്നെ ഇത് ജീവിതകാലം മുഴുവൻ യൂസ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ഇതിൽ നിർത്തിയപ്പോൾ പിന്നെ പണി തരാൻ തുടങ്ങി സ്കിന്ന്. അങ്ങനെ ഞാൻ നല്ലൊരു ഡെർമറ്റോളജിയെ കണ്ട് ഇപ്പൊ ചെയ്യുന്ന ക്രീംസ് ഒക്കെ ഡെർമറ്റോളജി സജസ്റ്റ് ചെയ്തിട്ടുള്ള ക്രീംസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതില്ല. കാരണം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ക്രീംസ് തരുവുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം നല്ലൊരു ഡെർമറ്റോളജിയെ കാണാൻ ഇപ്പോഴും ഞാൻ പറയാണ്, നല്ലൊരു ഡെർമറ്റോളജി കാണാം. അതിലൊരു നേട്ടം കൂടെ ഉണ്ട്. ഇനി എന്തെങ്കിലും പണി ആയാലും സ്കിന്നിന് അതും അവര് തന്നെ നോക്കിക്കോളും. നമ്മൾ പണി മേടിച്ചിട്ട് അവരുടെ വായിലിരിക്കുന്ന കേൾക്കുന്ന എന്തിനാ. അത് മാത്രല്ല, നമ്മൾ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചെങ്കിലും നമ്മുടെ സ്കിന്നിന് വലിയ തോതിൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കൂല ഡെർമറ്റോളജിയെ കണ്ടിട്ട്. അവര് പറയുന്ന ചില ക്രീംസ് യൂസ് ചെയ്യണം. അത് ജീവിതകാലം മൊത്തം ഉപയോഗിക്കാനല്ല അവർ പറയുന്നത്, നമ്മുടെ സ്കിന്നിലെ ഇഷ്യൂസ് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും വളവല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത് കാണിക്കേണ്ട ടൈം അതിക്രമിച്ചിരിക്കുന്നു. ക്യാഷ് മണി നഹി ഹെ. അപ്പൊ നിങ്ങൾ ചുമ്മാ ഈ ഓൺലൈനിലൊക്കെ നിങ്ങൾ ക്രീംസ് വാങ്ങാനായിട്ട് പൈസ ചെലവാക്കുന്നത്. അപ്പൊ അത്രേ തന്നെ ആവുള്ളൂ ഒരു ഡെർമറ്റോളജിയെ കണ്ട് നല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ആവശ്യം എന്താണോ അത് നിങ്ങൾ സ്കിന്നിന് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് പിമ്പിൾസ് ആണ് ഇഷ്യൂ, അതിന് മാത്രം ഭയങ്കരമായിട്ട് ഏജിങ് ആയിട്ട് തോന്നുന്നുണ്ടോ, അതിനുണ്ട്. അതിനെല്ലാത്തിനും ഓരോന്നിനും ഓരോ സൊല്യൂഷനാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ഡോക്ടർ ആവാനോ അല്ലെങ്കിൽ യൂട്യൂബിലെ ഡോക്ടേഴ്സിനെ ആശ്രയിക്കാനോ നിൽക്കരുത്. നേരിട്ട് നിങ്ങളുടെ സ്കിന്നിന് കൊണ്ടുപോയി നല്ലൊരു ഡെർമറ്റോളജിയെ കാണാൻ ശ്രമിക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് നേരെ മേക്കപ്പിലോട്ട് കിടക്കാം. ഇന്ന് ഒരു അമ്പലത്തിൽ പോക്കുണ്ട്, തൊഴാൻ കയറുന്നില്ല. ഓക്കെ, അല്ലാണ്ട് ഫുഡ് അടിക്കാനാണ്. നമുക്ക് ഒരുങ്ങിയാലോ? ഓക്കെ, യെസ്. നൗ ഐ യൂസ് ദിസ് കാജൽ, കൊളോസൽ കാജൽ. ഇത് വെച്ചിട്ട് നമ്മൾ ഐബ്രോ ഫിൽ ചെയ്യാൻ പോവാണ്, കണ്ണെഴുതാൻ പോവാണ്. ഐബ്രോ ഫിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പകുതി ഫേസ് ഫ്രെയിം ചെയ്തു, അല്ലെങ്കിൽ നമുക്കൊരു ഡീറ്റെയിലിംഗ് നൽകി എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ എല്ലാം സോഫ്റ്റ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് ആണ്. കാരണം ഇവിടെ ഇപ്പൊ കുറച്ച് തടി വെച്ചോണ്ട് ഇവിടെ ജോലൈനോ ഗുലൈനോ ഒന്നുമില്ല. അപ്പൊ ഡീറ്റെയിൽ ചെയ്യാണ് നമ്മുടെ ഐബ്രോസ്. ജസ്റ്റ് ഇങ്ങനെ വരച്ചു വിടാം. പിള്ളേച്ച മാതിരി ആയ അതപ്പ ഓക്കെ, ജസ്റ്റ് ഞാൻ ഇങ്ങനെ കാണിക്കുവേ. എന്നിട്ട് ഞാൻ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഷേപ്പ് ചെയ്തിടും. സ്കിൻ കെയർ ജേർണിന്റെ ഒരു ലോങ് വീഡിയോ ആണെങ്കിൽ പറഞ്ഞാൽ മതി. ഇപ്പൊ തന്നെ ഫേസിന് വേറൊരു ഞാനല്ലാതായി ഗൈസ്, പിള്ളേച്ചനായി ഗൈസ്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. നമ്മൾ ഒരുങ്ങിയൊക്കെ വരുമ്പോ ഓക്കെ. ഓക്കെ ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോണത് ഈ ഒരു ഐഷാഡോ പാലറ്റ് ആണ്. ഇതിലുള്ള ഓറഞ്ച് ഷെയ്ഡാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. അതാകുമ്പോൾ ഒരു ന്യൂഡ് ഷെയ്ഡാണ്, ഏതിൻ്റെ കൂടെയും മാച്ച് ആയിപ്പോവും. നമ്മളെപ്പോഴും അങ്ങനത്തെ മേക്കപ്പിലോട്ട് സ്വിച്ച് ചെയ്യാൻ നോക്കാം. ഇനി 2025 എല്ലാം ന്യൂഡാണ് ട്രെൻഡ് എന്നാണ് കേട്ടത്. സോ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നല്ലൊരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്തെന്നറിയോ, ഇതാവുമ്പോ എല്ലാ ഡ്രസ്സിനോടെയും മാച്ച് ചെയ്ത് പോകും. ജസ്റ്റ് താഴെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ മാത്രം. ഇത് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഇതും ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ, നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ഈ വാട്ടർ ലൈനിൽ കൂടെ ഇങ്ങനെ ടച്ച് ആക്കുന്ന രീതിയിൽ ഐലൈനർ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പൊ അതിങ്ങനെ പടരാതെ അവിടെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ താഴെ കുറച്ച് ടാൽക്കം പൗഡറോ അല്ലെങ്കിൽ ഐഷാഡോ, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള ഒരു ഐഷാഡോ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. വർക്കാവും ഗൈസ്. ആദ്യത്തെ ദിവസം വർക്കായില്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാല് നമ്മുടെ സ്കിൻ അതുമായിട്ട് പൊരുത്തപ്പെടും. അപ്പൊ നമുക്ക് അങ്ങനെ സ്പ്രെഡ് ആവാണ്ടിരിക്കും. എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ നല്ല ഈ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കുറച്ച് വെറൈറ്റീസ് ഒക്കെ കൊണ്ടുവരുന്ന വിചാരിച്ച, പക്ഷെ നടന്നില്ല ഗൈസ്. ഇനി നമുക്ക് കുറച്ച് ഫണ്ണാക്കാം.
അപ്പൊ ഞാൻ കാജൽ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐലൈനർ വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ചുവിടാം. ജസ്റ്റ് മാത്രം. ഞാൻ ഇന്ന് ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്യുന്നുള്ളൂ. ചിലർക്ക് നാച്ചുറൽ ലുക്കാണ് ഇഷ്ടം. അപ്പോൾ കണ്ണിങ്ങനെ ഭയങ്കരമായിട്ട് എഴുതണ്ട. എന്നാൽ എഴുതിയാൽ മാത്രമേ ഒന്ന് ജീവനുണ്ടെന്ന്, കണ്ണിനൊരു ജീവനുണ്ടെന്ന് തോന്നുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ജസ്റ്റ്, ഇത് ബ്ലൂ ഹെവന്റെ ഐലൈനർ ആണ്. നല്ല അത്യാവശ്യം അടിപൊളിയാണ്. ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല, അത്രയല്ല. ജസ്റ്റ് ഒന്ന് ഓക്സിഡൈസ് ആയി പോണ പോലെ ഒരു ഫീൽ. മസ്കാര ഇടുന്നില്ല നമ്മള്, പക്ഷെ മസ്കാര ഇടുമ്പോൾ അതൊരു വേറെ ലുക്ക് തന്നെയാണ്. എൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ 1 ഇയർ ആയിട്ടുണ്ടാവും. അപ്പൊ ഞാനിത് യൂസ് ചെയ്താൽ ഒന്നാമതേ എനിക്ക് അലർജി ഉണ്ട്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മളും പണി കൊടുക്കരുത് നമ്മുടെ സ്കിന്നിന്. സോ ഇന്ന് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി. കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഓർത്തത്, ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നല്ലൊരു ഡെർമറ്റോളജിയെ കണ്ടിട്ട് മാത്രം ക്രീംസ് ഒക്കെ വാരി മുഖത്തിടണം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി മേക്കപ്പിലോട്ട് കിടക്കാം. ബാക്കി മേക്കപ്പ് എന്ന് പറയുമ്പോൾ വലിയ മേക്കപ്പ് അല്ല, ഇനി ലിപ്സ്റ്റിക് ഇടണം, ഒന്ന് പൊട്ട് കുത്തണം. സോ ഇത് രണ്ടുമാണ്. ഇത് ചോട്ട ആയിട്ടുണ്ട്. എന്നാലും ഞാൻ ഇതിന്റെ എനിക്ക് തോന്നുന്നു ഇവിടെ എത്തുമ്പോൾ ഹോളായിരിക്കും മിക്കവാറും. അപ്പൊ അതുവരെ നമുക്ക് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റ് ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്യാനില്ല. എൻ്റെ ഇപ്പോഴത്തെ മെത്തേഡ്, ഇപ്പോഴത്തെ അല്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവും. ഇത് ഷെയ്ഡ് വന്നിട്ട് ക്യൂൺ ബേ എന്ന് പറഞ്ഞിട്ട് 601 എന്തോ ആണ് ഷെയ്ഡ്. അപ്പൊ ഇത് ഒരു അടിപൊളി ഷെയ്ഡാണ്, എനിക്ക് ഇഷ്ടായി. നമുക്കിടാം. ഇങ്ങനെ ലൈറ്റ് ആയിട്ടിടും ഞാൻ. എന്നിട്ട് എന്താ നല്ല രസല്ലേ? ഇനി അതിന്റെ പുറത്തുകൂടെ കുറച്ചും കൂടെ ഇങ്ങനെ ഒന്ന് ടച്ചപ്പ്. എടുത്ത് നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ലിപ് ലൈനർ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഓക്കെ ആവും. മാച്ചായി വരാൻ കുറച്ച് ടൈം എടുക്കും. ഐ തിങ്ക് യെസ്. ഇതെല്ലാം ശരിക്കും നേരിട്ട് നല്ലൊരു ഷെയ്ഡാണ്. ഇതിൽ എന്താണ് ഇങ്ങനെയെന്ന് മനസ്സിലാവുന്നുള്ളത്. ഓക്കെ, എന്നാ നമ്മുടെ ലിപ്സ്റ്റിക് ഇടൽ കഴിഞ്ഞു. ആൻഡ് ഞാൻ ഇട്ടേക്കണ നെയിൽ പോളിഷും സുടിയൊന്നും മേടിച്ചതാണ്. ലിപ്സ്റ്റിക് ആയി ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ സുഡിയോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന നെയിൽ നെയിൽ ജെൽ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ടൈപ്പ് നെയിൽ പോളിഷാണ്. ആൻഡ് ഈ കളർ എനിക്കിഷ്ടമായി. ഓക്കെ ഗൈസ്, ആൻഡ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് പിഗ്മെന്റേഷൻ വരുന്ന കാര്യത്തിന് ഞാൻ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ എനിക്ക് തന്നത് മെലഗ്ല അങ്ങനെ എന്തോ ആണ്. നമ്മൾ യൂട്യൂബേഴ്സ് ഡെർമറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ലിപ് ബാം എന്ന് പറഞ്ഞിട്ട്, അല്ല ലിപ് ലൈറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോസിലൊക്കെ കാണിക്കില്ലേ, അത് തന്നെയാണ് എനിക്ക് തന്നത്. ആൻഡ് അതിന്റെ റിസൾട്ട് എനിക്ക് ഓക്കെ ഫീലാണ് തന്നത്. കുഴപ്പമില്ല. എനിക്ക് വലിയ പിഗ്മെന്റേഷൻ വരാൻ കാരണം ഞാൻ കുറെ ലിപ്സ്റ്റിക് ഒക്കെ ബ്രാൻഡ് മാറ്റിയൊക്കെ യൂസ് ചെയ്ത് ലോക്കലൊക്കെ യൂസ് ചെയ്ത് പിഗ്മെന്റേഷൻ വന്നിട്ടാണ് ഞാൻ അത് യൂസ് ചെയ്തത്. ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. ആൻഡ് ഇപ്പൊ ഞാൻ ഇട്ടേക്കണത് നല്ലതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സുഡിയയില് അത്യാവശ്യം നല്ലതെന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ വളരെ സംസാരിച്ചിരിക്കാതെ പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, പക്ഷെ ഒരു ഫിറ്റ്നസ് കിട്ടുന്നില്ല ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല, തലക്കേടില്ല. അവസാനം ഞാൻ ഇത് ഇടാന്ന് വിചാരിച്ചത്. എങ്ങനെയുണ്ട് ഗൈസ്? ഫൈനലി ഞാൻ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി എന്താ ഒരു മിസ്സിങ്? ബിന്ദി. ഗൈസ് ഫൈനലി നമ്മൾ ഈ ഒരു ഡ്രസ്സിൽ തന്നെ
സ്വിച്ച് ചെയ്തു. ഇത് ഞാൻ നോർമൽ ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടാ. ഓക്കെ ഗൈസ്, ഇതും നല്ല രസമല്ലേ, കിടക്കാച്ചി. ആൻഡ് നമുക്കിനി വാച്ച് കിട്ടണം. ഇപ്പുറത്തെ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാം. വാച്ച് കിട്ടാം ഗൈസ്. Oh my God. കാണുന്നില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ വാച്ച് കിട്ടി ഗൈസ്. റിച്ച് ലുക്കായി. ഓക്കെ, ജസ്റ്റ് കിഡിങ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. അതിന് മുന്നേറ്റ് നമുക്ക് പെർഫ്യൂം അടിക്കാം. ഡ്രിപ്പ് ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി മിസ്റ്റ് ആണ് സ്റ്റുഡിയോ എന്ന് വാങ്ങിയത്. സ്റ്റുഡിയോ നല്ല മണം. സുഗന്ധം ബർക്കട്ടെ ഗായ്സ്. അപ്പം ഇത് സ്റ്റുഡിയോ എന്നാണ് മേടിച്ചത്. ആൻഡ് ഇതെന്തോന്ന് സ്ക്രീനിൽ കിടന്ന് ആടണമെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് പുറത്ത് പോയി ഫൈനൽ മൊത്തത്തിൽ ഒന്ന് കാണാം. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. സൂര്യൻ ഉമ്മ വയ്ക്കുന്നു ഗായ്സ്.